ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. സോ നിങ്ങൾ എല്ലാവരും 2025 ഒക്ടോബർ ബാച്ചിലേക്ക് വേണ്ടി NIOS പബ്ലിക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഒക്ടോബർ ബാച്ചിലേക്ക് എക്സാമിന് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് മിസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പോൾ 2025 NIOS ഒക്ടോബർ ബാച്ചിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി 2 ബാച്ചുകളാണ് ഇയർ വൈസ് പബ്ലിക് എക്സാം എഴുതുന്നത്. അതൊന്ന് ഏപ്രിൽ ബാച്ചും രണ്ടാമത്തേത് ഒക്ടോബർ ബാച്ചുമാണ്. എല്ലാവരും പൊതുവെ പറയാറുണ്ട് ഒക്ടോബർ ബാച്ച് കുറച്ചുകൂടെ ഈസിയാണ്, ഏപ്രിൽ ബാച്ച് കുറച്ച് ടഫാണ് എന്നുള്ള. ഇത് നേരെ തിരിച്ചും പറയാറുണ്ട്, ഒക്ടോബർ വളരെ ടഫാണ്, അതുപോലെ തന്നെ ഏപ്രിൽ ഭയങ്കര ഈസി ആയിട്ട് പാസ്സാവും എന്നുള്ളതൊക്കെ പറയാറുണ്ട്. പക്ഷെ ആക്ച്വലി എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് ഇതൊരു മിഥ്യാധാരണയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ ഇതുപോലെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവരുടെ അടുത്ത് പറയാം, NIOSന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ളൊരു സിലബസ് ഉണ്ട്. അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പബ്ലിക് എക്സാമിന് വരും എന്നുള്ളതും അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ നമ്മൾ എന്താ അറിയേണ്ടത്, ഏത് ബോർഡിൻ്റെ കീഴിൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ എക്സാം ബോർഡ് പറയുന്ന എക്സാം സിലബസ് എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്താണ് എന്നുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സോ ഫസ്റ്റ് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, അണ്ടർസ്റ്റാൻഡ് ദ സിലബസ് ആൻഡ് എക്സാം പാറ്റേൺ. ഇത്രയും അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് NIOS ബോർഡ് എന്നല്ല, ഏത് ബോർഡിൻ്റെ കീഴിലും ഏത് എക്സാംസും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. സോ അതിൻ്റെ ഏറ്റവും വലിയ മാർഗ്ഗനിർദ്ദേശം തരേണ്ടത് ആ ബോർഡ് തന്നെയാണ്. NIOS കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് തരുന്നുമുണ്ട്. സോ നമുക്ക് അതിൻ്റെ സിലബസ് അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയണ്ടേ. ഇവിടെ ഫിസിക്സിൻ്റെ ഒരു എക്സാമ്പിൾ മിസ് ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഫിസിക്സ് സബ്ജക്റ്റ് എടുത്തവർക്ക് ഓൾറെഡി നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മൾ എങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ ആണ് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റും. അതുകൊണ്ട് ഈ സിലബസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്, ഇപ്പം നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ, അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് മിസ് എടുത്തു പറയുന്നത്. ഇതുപോലൊരു സിലബസ് ബിഫക്കേഷൻ നമ്മുടെ NIOS നമുക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. സോ ഇതുപോലെ പബ്ലിക് എക്സാമിനേഷന് 60% ഓഫ് സിലബസ് നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. ബാക്കി 40% ഓഫ് സിലബസ് എന്ന് പറയുന്നത് നമ്മൾ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 20 മാർക്കാണ്. ആകെ 33 മാർക്കേ നമുക്ക് ഈ ഒരു എക്സാം പാസ്സാവാൻ വേണ്ടുള്ളൂ. അതിൽ 20 മാർക്ക് നിങ്ങൾക്ക് ഈ PMA വഴി നിങ്ങൾക്ക് സ്കോർ ചെയ്ത് നിങ്ങളുടെ ഗ്രേഡ് ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുകൂടാ അല്ലേ? NIOS ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തരുവാണ്. നമ്മൾ കൃത്യമായിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സോ നമ്മൾ റിട്ടേൺ എക്സാമിന് 26 തന്നെ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ആ പറഞ്ഞ 33 മാർക്കിൽ കേട്ടോ. അപ്പം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ മതി. മിസ് അതിൻ്റെ റിപ്ലൈ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. സോ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഈ സിലബസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ടോട്ടൽ ലെസൺസ് ഇപ്പം 30 ചാപ്റ്റേഴ്സ് ആണ് ഈ ഫിസിക്സിലുള്ളതെങ്കിൽ അതിൽ 60% പോർഷൻ ഒരു 18 ചാപ്റ്റർ, ജസ്റ്റ് ഒരു 18 ചാപ്റ്റർ, എല്ലാം മിസ് ഇവിടെ കൊടുത്തിട്ടില്ല. എന്നാലും ഈ ഒരു കോളത്തിൽ ആ 18 ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ചാപ്റ്റർ മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചാൽ മതി. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അത് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കല്ലേ. അപ്പം നിങ്ങൾ ആ ഒരു ഏരിയ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? സോ ഒരിക്കലും ഇല്ല. അപ്പം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് വേണ്ടി എല്ലാ ചാപ്റ്ററും 30 ചാപ്റ്റർ ഇരുന്ന് പഠിക്കുന്ന ഒരാൾ അവസ്ഥ എന്താ, അവർ സമയം ഓൾറെഡി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആകെ 6 മാസത്തെ ഒരു ഡ്യൂറേഷനാണ് നമുക്ക് പഠിക്കാൻ കിട്ടുന്നത്. അതിൽ ഓൾറെഡി ഏപ്രിലിൽ തന്നെ തുടങ്ങിയാലേ 6 മാസം കൃത്യമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ആ 6 മാസത്തിന് വേണ്ടി ഏപ്രിലിൽ തുടങ്ങാൻ പറ്റാത്ത സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടാൽ എങ്ങനെ ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു 40% പോർഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന 12 ചാപ്റ്റേഴ്സ് ഫിസിക്സിൽ പഠിക്കേണ്ടതല്ല. വെറും ഈ 18 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് പഠിക്കേണ്ടത്. സോ ഇതുപോലെ ഫിസിക്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എല്ലാത്തിനും നിങ്ങൾക്ക് ഇതേപോലെ ഒരു ബിഫക്കേഷൻ സിലബസ് NIOS തരുന്നുണ്ട്.
സോ ആദ്യം നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ്, നിങ്ങൾ കൃത്യമായിട്ട് മേക്ക് എ സ്റ്റഡി പ്ലാൻ ടു ജൂൺ ടു ഒക്ടോബർ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അതായത് ഇതുവരെ ഒന്നും എവിടെയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ പല സ്റ്റേറ്റിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇനി അങ്ങോട്ടേക്കുള്ള ഒരു വെൽ പ്ലാൻ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ ബാച്ചിലെ പബ്ലിക് എക്സാമിന് ഇവർ കറക്റ്റായിട്ട് ഒരു പാറ്റേൺ എത്ര ചാപ്റ്റേഴ്സ് എന്നുള്ളതൊക്കെ നമുക്ക് തരുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ എന്താണ് എക്സാമിന് പഠിക്കാനുള്ളതിൻ്റെ കോംപ്ലിക്കേഷൻ കുറച്ചുകൂടെ കുറയുകയാണ്. ഏത് ചാപ്റ്റർ വരും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ആ ചാപ്റ്റർ ഇരുന്ന് പഠിച്ചാൽ പോരെ. സോ നമ്മൾ അതിന് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇനി പ്ലാൻ ഉണ്ടാക്കണം എന്നൊക്കെ മിസ് പറഞ്ഞു, എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സാമ്പിൾ മിസ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെ നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കണം എന്നുള്ളതാണ് കേട്ടോ. ഒരു ജൂൺ ടു സെപ്റ്റംബർ വരെ ഉള്ളത് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ജൂൺ ടു ജൂലൈ മാസങ്ങളിൽ ഒരു 2 സബ്ജക്റ്റ് വെച്ചിട്ടെങ്കിലും പെർ വീക്ക് ഒരു 2-3 hours ഒരു ഡേ ഇരുന്നിട്ടെങ്കിലും നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഇത്തരത്തിലൊരു രീതിയിൽ, അത് നിങ്ങളിപ്പം ഞാനിവിടെ കൃത്യമായിട്ട് ഡേയും ഡേറ്റും ഒക്കെ ഇട്ടിട്ട് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റുഡൻസിന് അവരുടെ സമയം അനുസരിച്ച് അവർ പഠിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ആപ്പ് ഉപയോഗിച്ച് പഠിക്കുന്നവരാണെങ്കിലോ അവർക്ക് ഇഷ്ടമുള്ള സമയത്താണ് പഠിക്കുന്നത്, ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് പഠിക്കുന്നുണ്ടാവും, അല്ല ഇനിയിപ്പം വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അതല്ല വീട്ടിൽ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അവർക്ക് നൈറ്റ് ആയിരിക്കും പഠിക്കാൻ പറ്റുക, അപ്പോൾ നൈറ്റ് ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും. അങ്ങനെ പല ടൈമിലാണ് കുട്ടികൾ പഠിക്കുന്നുണ്ടാവുക. സോ അങ്ങനെ പഠിക്കുന്നവർക്കും ഇനി അല്ല മെറ്റീരിയൽസ് ഒക്കെ നോക്കിയിട്ടാണ് പഠിക്കുന്നവർക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്കൊരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കണം. ആക്ച്വലി ഞാൻ പറഞ്ഞത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ തരത്തിൽ നിങ്ങൾ ഒരു 2 സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടെങ്കിലും പഠനം നടത്തണം. നിങ്ങൾക്ക് അറിയണം പബ്ലിക് എക്സാമിന് 18 അത്രയ്ക്ക് ചാപ്റ്റേഴ്സേ ഉള്ളൂ, 18, 15, 20 അത്ര വരെയൊക്കെ ചാപ്റ്റേഴ്സേ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും വരുന്നുള്ളൂ. അതല്ലാതെ 30, 32 ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പം ആദ്യം നിങ്ങൾ അതറിയണം. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇന്ന ഡേ ഞാൻ ഇന്ന സബ്ജക്റ്റ് പഠിക്കും എന്നുള്ള രീതിക്ക് പ്ലാൻ ചെയ്യുക. പിന്നെ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാ ടെക്സ്റ്റ് ബുക്കും ഏകദേശം ഒരു തവണയെങ്കിലും റീഡിങ് ചെയ്യുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബൾക്കായിട്ടുള്ള ടെക്സ്റ്റാണ്. നമ്മുടെ NIOSനെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഒരു വോളിയം തന്നെ കാണുമ്പോൾ നമ്മളെ കിളി പോകുന്ന തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കാണ് ബയോളജിക്കും കെമിസ്ട്രിക്കും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ നല്ലൊരു സൊല്യൂഷൻ എന്താണ്, നിങ്ങൾക്ക് അതിന് പറ്റിയ ഗൈഡ് ബുക്ക് നോക്കി പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഗൈഡ് ബുക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഗൈഡ് ബുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നമ്മുടെ ഗൈഡ് ബുക്ക് നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്. അതിനിപ്പോൾ സോഫ്റ്റ് കോപ്പി ആയിട്ടാണെങ്കിൽ നമ്മളെ വെബ്സൈറ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക്, വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഹാർഡ് കോപ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹാർഡ് കോപ്പിയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അതിന് നിങ്ങൾ കോൺടാക്ട് നമ്പറിലൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. സോ ഇതിപ്പം നമ്മളെ ഗൈഡ് ബുക്ക് തന്നെ യൂസ് ചെയ്യണം എന്നല്ല, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് എന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, അതായത് ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഗൈഡ് ബുക്കോ നിങ്ങൾ ഓഗസ്റ്റിനുള്ളിൽ, അതായത് ഓഗസ്റ്റ് 30 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കവർ ചെയ്തിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തതായിട്ട് നമ്മളെ ഫുൾ സിലബസിൻ്റെ ഒരു റിവിഷൻ, എവിടെ എത്തി, ഏതൊക്കെ പോർഷൻസ് എക്സാമിനുണ്ട്, അതിൽ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് റിവൈസ് ചെയ്യുക. പിന്നെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ അറിയുക എന്നുള്ളത്, അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അറിയണം. അതുപോലെ തന്നെ ഈ പാറ്റേണിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലെങ്കിലും പബ്ലിക് എക്സാമിന് മുമ്പ് നിങ്ങൾ കയ്യിലെടുത്തൊന്ന് വായിക്കണം. ഓക്കെ, അത് നിർബന്ധമാണ്. എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ വെബ്സൈറ്റിലുണ്ട്. അതും സോൾവ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിനകത്ത് കിടക്കുന്നുണ്ട്. 2024 മുതലാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയത്. അതായത് ഇപ്പം നിങ്ങൾ NIOS ഒക്ടോബർ ബാച്ചിലെ പബ്ലിക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ 2023 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും ഇല്ല മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പോൾ 2024 മാറിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിന് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് തന്നെ നോക്കണം. അതെടുത്ത് നോക്കുക. ഇനി സോൾവ് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ വെബ്സൈറ്റിൽ കയറുക, ജസ്റ്റ് നോക്കുക. ജസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നത് 30 rupees അങ്ങനെ എന്തോ ചെറിയ എമൗണ്ട് മാത്രമാണ് അതിനൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളെ വിരൽത്തുമ്പിലുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും. നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക.
അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ഒക്ടോബർ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഫൈനൽ റിവിഷനിലേക്ക് നിങ്ങൾ എത്തിയിരിക്കണം. അത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഈ ഒരു പാറ്റേൺ വെച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രോസസ്സിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മിസ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇത്? ഹൈ വീറ്റ് കണ്ടന്റ് ടോപ്പിക്സ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റി കൊടുക്കണം പഠിക്കുന്ന സമയത്ത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് എക്സാം അടുപ്പിച്ച്, അതായത് നിങ്ങൾ ഒക്ടോബർ ബാച്ചിൻ്റെ എക്സാം അടുപ്പിച്ച് നമ്മുടെ ക്രാഷ് കോഴ്സുകളും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ വഴിയുള്ള റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾ സ്വയമായിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കുകയും അത് പ്രകാരം പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്നതാണ് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും, റിവിഷൻ ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ മെറ്റീരിയൽസുകൾക്കും ഒക്കെ ആയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ടീം തന്നെ നിങ്ങളൊപ്പം ഉണ്ട്. അപ്പം NIOSന് ഒക്ടോബർ ബാച്ചിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആരും തന്നെ എന്താ പറയുക ടെൻസ്ഡ് ആയി എവിടെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആലോചിച്ചിരിക്കരുത്. ഇപ്പം ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ സിലബസ് എടുത്തു വെച്ച് ഏതൊക്കെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റർ എന്നുള്ള രീതിക്ക് ഓരോ ഡേ ഓരോ സബ്ജക്റ്റിലെ ഓരോ ചാപ്റ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുക. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കരുത് ഫുൾ മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ പഠിച്ച് പാസ്സാവുന്ന കുട്ടികളൊക്കെ ഡെയിലി ഇരുന്ന് പഠിക്കുന്നത് കൊണ്ടാണ് കിട്ടുന്നതെന്ന് കേട്ടോ. കാരണം ഡെയിലി ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത, അതായത് ഒന്ന് സ്റ്റോപ്പായി പോയാലും ഡിമോട്ടിവേറ്റ് ആയി പോവാതെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നവരാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. വീണ്ടും നിങ്ങൾ എവിടെയാണോ ബ്രേക്കായി പോയത് അവിടുന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ പഠിത്തം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് വേറെ ആർക്കും ചെയ്തു തരാൻ പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. അപ്പം നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞത് ഒരു ബ്രേക്കും ഇല്ലാതെ ഡെയിലി 1 ചാപ്റ്റർ വീതം നിങ്ങൾ ഡെയിലി കവർ ചെയ്ത് പോകണം എന്നല്ല പറഞ്ഞത്. അത് നമുക്കൊക്കെ പോസിബിൾ ആവാത്തൊരു കാര്യമാണ്. നമ്മളെ സിറ്റുവേഷൻ വെച്ചിട്ട് പല കാര്യങ്ങളും ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കാം. ഡിസ്ട്രാക്റ്റഡ് ആയി പോയിട്ട് നമുക്ക് ഇന്നിപ്പോൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ അത് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി ആക്ച്വലി. അല്ലാതെ എന്താണ് ഡെയിലി ഒരു 1 ചാപ്റ്റർ ഞാൻ പഠിച്ചു എന്നുള്ളത് കണ്ടിട്ട് ഇതാണ് കൺസിസ്റ്റൻസി, അതല്ല ആക്ച്വലി. നിങ്ങൾ എവിടെ ബ്രേക്കായി പോകുന്നോ അവിടുന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി. അപ്പോഴേ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് ഏറ്റവും ഒരു കീ പോയിന്റ്, അത് ഓർത്ത് വെക്കുക. ഈ NIOS 2025 ഒക്ടോബർ ബാച്ചിലെ പബ്ലിക് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ ടീം നിങ്ങളൊപ്പം ഉണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.